തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗിന് കടുത്ത അമർഷം. തെക്കൻ കേരളത്തിലെ സീറ്റ് വിഭജനത്തിൽ ലീഗിനെ അവഗണിക്കുന്നുവെന്നാണ് പരാതി. 5 ജില്ലാ പഞ്ചായത്തുകളിലും ലീഗിന് സീറ്റ് നൽകിയിട്ടില്ല. ശക്തി കേന്ദ്രങ്ങളിൽ ലീഗ് കാണിക്കുന്ന മാന്യത കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നാണ് വിമർശനം. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ വലിയ പ്രതിഷേധമാണോ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്? സീറ്റ് വിഭജനത്തിൽ തെക്കൻ കേരളത്തിൽ ലീഗിനെ അവഗണിച്ചു എന്നുള്ളതാണോ പറയുന്നത്? ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളെ ലീഗ് നേതൃത്വം അറിയിച്ചോ അഷ്കർ? സ്മൃതി, ഈ വിഷയത്തിൽ ഇപ്പോഴും മധ്യസ്ഥ ചർച്ചകളടക്കം നിരന്തരം നടക്കുന്നു. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കടുത്ത അമർഷത്തിലും അതൃപ്തിയിലുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസുമായി ധാരണയുള്ള സ്ഥലങ്ങളടക്കം മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സീറ്റുകളടക്കം കോൺഗ്രസ് ബലപ്രയോഗത്തോട് പിടിച്ചെടുത്തതൊരു ആക്ഷേപമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. നിലവിലെ സീറ്റ് സാഹചര്യം പരിഗണിക്കുമ്പോൾ പോലും 5 ജില്ലകളിൽ, അതായത് കൊല്ലം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് പോലും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലീഗിന് മത്സരിക്കാൻ കഴിയാത്ത സീറ്റുകൾ പോലും വാഗ്ദാനം നൽകുന്ന ഒരു സാഹചര്യം പോലും ഇല്ല. ആ രീതിയിലടക്കം മുസ്ലിം ലീഗിനെ അവഹേളിക്കുന്നു, ഇല്ലെങ്കിൽ അപമാനിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ചില DCC പ്രസിഡന്റുമാർ, തെക്കൻ കേരളത്തിലെ ചില DCC പ്രസിഡന്റുമാർ മുസ്ലിം ലീഗിനെ തേജവധം ചെയ്യുന്ന, അപമാനിക്കുന്ന പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉയർത്തുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് മാത്രമല്ല, പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ആലപ്പുഴയടക്കം പലയിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്തുകളിൽ വരെ മുസ്ലിം ലീഗുമായുള്ള ധാരണകൾ, മുന്നണി മര്യാദകൾ മറക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അവിടെ അടക്കം വേണ്ടത്ര പരിഗണന മുസ്ലിം ലീഗിന് നൽകുന്നില്ല എന്നുള്ള ആക്ഷേപവും മുസ്ലിം ലീഗിനുണ്ട്. പ്രത്യേകിച്ച് മലബാറിലടക്കം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് മതിയായ പരിഗണന ലീഗ് നൽകുമ്പോൾ പോലും തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതി മാറുന്നു എന്നതാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആക്ഷേപം. വിഷയത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം വേണം, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മുന്നണി മര്യാദകൾ ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം കൂടി ലീഗ് ഉന്നയിക്കുകയും ചെയ്യുന്നു. വരുന്ന UDF യോഗത്തിലടക്കം വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ തീരുമാനം. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവരുമായി PK കുഞ്ഞാലിക്കുട്ടി അടക്കം പല വിഷയങ്ങളിലും ഇതിൽ ചർച്ച നടത്തിയെങ്കിൽ പോലും ഒന്നിൽ പോലും നിലവിൽ ധാരണയാകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. അതുകൊണ്ടാണ് 5 ജില്ലാ പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിന് സീറ്റില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കവും ഇപ്പോൾ മുസ്ലിം ലീഗ് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇടുക്കിയിലും അടിമാലിയിലും കൊല്ലത്ത് അഞ്ചലിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ചിറ്റാറും അടക്കമുള്ള പ്രദേശങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. കേരളത്തിലെ 5 പഞ്ചായത്തുകളിൽ ലീഗിന് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. അത് വലിയ പ്രതിഷേധമായി തന്നെ വരികയാണ്. കോൺഗ്രസിനോട് കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് അഷ്കർ